Welcome all to Swami Surya YouTube channel. Welcome all subscribers and viewers. എല്ലാ സബ്സ്ക്രൈബേഴ്സും പ്രേക്ഷകർക്കും സ്വാമി സൂര്യ ചാനലിലേക്ക് സ്വാഗതം. ടുഡേയ്സ് പ്രോഗ്രാം വിൽ ബി ഇൻ 2 ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇന്നത്തെ ഈ വീഡിയോ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിരിക്കും. ഒന്ന് പറഞ്ഞ ശേഷം അടുത്ത ലാംഗ്വേജിലേക്ക് പോകാം. ആദ്യം ഇംഗ്ലീഷ് പറയാം, പിന്നെ മലയാളം. ഫസ്റ്റ് ഐ വിൽ ടെൽ ഇൻ ഇംഗ്ലീഷ്, ദെൻ സ്വിച്ച് ഓവർ ടു മലയാളം. Today's topic is about this 33 crores of Devas. We are hearing, 33 kodi Deva. It is called in the local language. ഇന്നത്തെ വിഷയം 33 കോടി ദേവന്മാരെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. നമ്മൾ ജനിച്ചു മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 33 കോടി ദേവന്മാരുണ്ട്. അതിൽ കൂടുന്നുമില്ല കുറയുന്നുമില്ല. 33 കോടി പറയാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, യുഗങ്ങളായി. അതങ്ങനെ തന്നെയുണ്ട്. So what I am telling is, this number of devas remains at 33 crores from ages. It doesn't increase and it doesn't decrease also. It is static at 33 crores. So today's subject is about this. Who are the devas and who are all the leaders of these devaganas? Of course, Devendra is the superior king, super king. ഇവരുടെ എല്ലാം 33 കോടി ദേവന്മാരുടെയും നേതാവ്, അതായത് രാജാവ് സാക്ഷാൽ ദേവേന്ദ്രൻ എന്ന അതിശക്തമാനായ ഒരു ദേവനാണത് അവർ. പക്ഷേ അദ്ദേഹത്തിന് തനിയെ ഇവരുടെ കാര്യങ്ങൾ നോക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ 33 ദേവന്മാർക്ക് ഇതിൻ്റെ നേതൃത്വം കൊടുത്തു. 33 ഗണങ്ങളായി ഇതിനെ പിരിച്ച് 33 ദേവന്മാർക്ക് ഇതിൻ്റെ ഭരണത്തെ ഏൽപ്പിച്ചു, ചുമതലയെ ഏൽപ്പിച്ചു. Since Devendra cannot look after the affairs of all the 33 crores of devas, he has made some arrangements. He has divided these 33 crores into 33 ganas, each gana consisting of 1 crore, and each gana is headed by one deva. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരെല്ലാമാണ് ഓരോ ഗണത്തിൻ്റെയും നേതാക്കന്മാർ? 33 പേര്. I will talk about that. Who are all the leaders of these 33 ganas? So there are Ekadasha Rudras. Ekadasha means 11 Rudras. Then Dwadasha Suryas, 12 Surya Devas. 8 Ashtadikpalas or 8 Ashtavasus, and 2 Devas, Ashwini Devas, 2. So it makes 33. അപ്പോൾ ഇതിനെ അവർ 33 ഗണങ്ങളായിട്ട് പിരിച്ചിട്ടുണ്ട്. അതിൽ 33 നേതാക്കന്മാർ, 11 ഏകാദശ രുദ്രന്മാർ, 12 ദ്വാദശ സൂര്യ ഭഗവാന്മാർ, 8 അഷ്ടദിക്പാലന്മാർ അല്ലെങ്കിൽ അഷ്ടവസുക്കൾ, 2 പേര് അശ്വനി ദേവ എന്ന് പറയുന്ന 2 പേര്. അവർ ദേവലോകത്തിലെ ഭിഷഗ്വരന്മാരാണ്. ദേ ആർ ദ ഫിസീഷ്യൻസ് ഓഫ് ദി ദേവലോക. ദേ ആർ ട്വിൻസ്, ദേ ആർ ഇൻസെപ്പറബിൾ. ദാറ്റ്സ് വൈ ദ നെയിം ഈസ് അശ്വനി ദേവ. നൗ ഐ വിൽ ടെൽ ദ നെയിംസ് ഓഫ് ആൾ ദ 33. ഞാനിപ്പോൾ ഈ 33 പേരുടെ നാമവും പറയാം. ഇതിൻ്റെ ഉദ്ദേശം എല്ലാവരും ദിവസേന ഈ നാമങ്ങളെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ദി പർപ്പസ് ഓഫ് ഗിവിംഗ് ദിസ് വീഡിയോ ആൻഡ് ദ നെയിം ഓഫ് ദി ലീഡേഴ്സ് ഓഫ് ദ ഗണാസ് ഈസ് ടു എനേബിൾ ഈച്ച് പേഴ്സൺ ടു ഡെയിലി റിസൈറ്റ് their divine names. We are having gods. This Devagana is in between human beings and the super gods. Super gods, we know, it starts from Mada, Adi Parashakti. She is the universal mother. Under her
Brahma, Vishnu, Maheshwara, Durga, Lakshmi, Saraswati. Then there are two more, Ishvara and Sadashiva. Because Srishti, Sthiti, Samhara, above that there are two more portfolios, Tirodhana and Anugraha. നമ്മളെല്ലാവരും അറിയുന്ന പോലെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ നിൽക്കുന്നില്ല. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം 5 കൃത്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതായത് തിരോധാനം എന്ന് പറയുന്നത് സ്വർഗം, അനുഗ്രഹം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി. തിരോധാന മീൻസ് സ്വർഗപ്രാപ്തി, അനുഗ്രഹ മീൻസ് മോക്ഷപ്രാപ്തി. അബൌട്ട് ദിസ് വെരി ഡീറ്റെയിൽഡ് മന്ത്രാസ് ആർ ഗിവൺ ഇൻ ലളിതാ സഹസ്രനാമ. ഇതിനെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ മന്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. All the 5 are done actually by the Universal Mother Adi Parashakti, and she has given 5 different portfolios to 5 super gods called Brahma, Vishnu, Maheshwara, Ishvara and Sadashiva. It is clearly mentioned in Lalita Sahasranama. ഇതിനെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. പരായണ മീൻസ് all the 5 സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന സങ്കല്പം. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ എല്ലാം ചെയ്യുന്നത് പരാശക്തി മാതാവാണ്. ഓരോരുത്തരെ അതിനുവേണ്ടി പോർട്ട്ഫോളിയോയിൽ വേണ്ടി ഓരോരുത്തരെ അതിൽ നിയമിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ കർത്തവ്യങ്ങൾ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കീഴിലാണ് ഈ ദേവഗണങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മളുടെ മനുഷ്യഗണങ്ങളുടെ മേൽ ദേവഗണങ്ങൾ, അതിൻ്റെ മേലെ സൂപ്പർ ഗോഡ്സ്. ഇപ്പോൾ പറഞ്ഞ 5 പേര്, പിന്നെ ദുർഗാലക്ഷ്മി, സരസ്വതി, രാജരാജേശ്വരി, അന്നപൂർണേശ്വരി, ഇതേമാതിരിയുള്ള പല മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാവിഷ്ണു, ഇതേമാതിരി ഓരോ ദേവഗണങ്ങൾ, മഹാഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ധർമ്മശാസ്ത്ര, അയ്യപ്പൻ, ആഞ്ജനേയസ്വാമി, ശ്രീരാമചന്ദ്രമൂർത്തി, ശ്രീകൃഷ്ണ ഭഗവാൻ തുടങ്ങിയ പലരും, നരസിംഹമൂർത്തി, ധന്വന്തരി മൂർത്തി തുടങ്ങിയവർ പലതും എല്ലാം സൂപ്പർ ഗോഡ്സാണ്. സോ വാട്ട് ഈസ് അവർ intention is we cannot directly approach the super gods. It has to pass through the devaganas. That is the hierarchy actually, but most of the people, they do not know this is the procedure. നമുക്ക് ഈ സൂപ്പർ ഗോഡ്സിനെ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, ദുർഗാലക്ഷ്മി, സരസ്വതി പോലെയുള്ളവരെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. ആക്ച്വലി നമ്മൾ ഈ ദേവഗണങ്ങളെ ആരാധിച്ച ശേഷം അവരെ ആരാധിക്കണം. അതാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഞാൻ ഈ ദേവഗണങ്ങളുടെ 33 നേതാക്കന്മാരുടെ നാമം പറയാം, ദിവ്യനാമങ്ങൾ. അതിനെ കുറിച്ചിടുക, എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിനെ ദിവസം പാരായണം ചെയ്ത് ബൈഹാർട്ട് ചെയ്യാവുന്നതാണ്. സോ നൗ ഐ ആം റിസൈറ്റിംഗ് ദി 33 നെയിംസ് ഓഫ് ദ ദേവഗണാസ്, ദ ലീഡേഴ്സ് ഓഫ് ദ ദേവഗണാസ്. കൈൻഡ്ലി റൈറ്റ് ഡൗൺ ആൻഡ് മേക്ക് ഇറ്റ് ബൈ ഹാർട്ട് so that daily you can recite these names. It will be very good exercise. It's a divine exercise. So now I will tell first Ekadasha Rudras. Om Vishveshwaraya Mahadevaya Trayambagaya Tripurandagaya Trikagnikalaya Kalagnirudraya നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമന്മഹാദേവായ നമഃ. This is the order. There are 12 names, but only 11 Ekadasha Rudras are there. Mahadeva, it is repeated 2 times. That means Vishveshwaraya Mahadevaya. Last also it has come, Sriman Mahadevaya. So once again I will tell Om Vishveshwaraya Namaha,
ഓം മഹാദേവായ നമഃ. ഓം ത്രയംബകായ നമഃ. ഓം ത്രിപുരാന്തകായ നമഃ. ഓം ത്രികാഗ്നികാലായ നമഃ. ഓം കാലാഗ്നിരുദ്രായ നമഃ. ഓം നീലകണ്ഠായ നമഃ. ഓം മൃത്യുഞ്ജയായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം സദാശിവായ നമഃ. ഓം ശങ്കരായ നമഃ. But last once again it is given Sriman Mahadevaya Namaha. So this is the 11 Ekadasha Rudras. They are the leaders of 11 Ganas of Devas. The next comes Dwadasha Suryas. Dwadasha Surya Devanmarana അടുത്തത്. അതും പറയാം. മിത്രായ നമഃ. ഓം രവയേ നമഃ. ഓം സൂര്യായ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഖഗായ നമഃ. ഓം പൂഷ്ണേ നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം മരീചയേ നമഃ. ഓം ആദിത്യായ നമഃ. ഓം സവിത്രേ നമഃ. ഓം അർക്കായ നമഃ. ഓം ഭാസ്കരായ നമഃ. These Dwadasha Surya Devas are the leaders of 12 Devaganas consisting of 1 crore Devas in each Ganas. So now we have completed 23. Then അഷ്ടവസുക്കൾ ഓർ അഷ്ടദിക്പാലന്മാർ 8. അടുത്തത് അഷ്ടവസുക്കൾ അല്ലെങ്കിൽ അഷ്ടദിക്പാലന്മാർ 8 പേരാണ്. 8 ഗണങ്ങളുടെ നേതാക്കന്മാർ. ഇവർ ഓം ഇന്ദ്രായ നമഃ. ഓം അഗ്നയേ നമഃ. ഓം യമായ നമഃ. ഓം ധിര്യതയേ നമഃ. ഓം വരുണായ നമഃ. ഓം വായവേ നമഃ. ഓം സോമായ നമഃ. ഓം ഈശാനായ നമഃ. There are Ashtadikpalas. Indra, east. Agni-deva, Agni-kon. That means like that it comes. Then Yamadharmaraja, south. Then Niryadi, that Niryadi kon. Then Varuna, west. Then Vayu, Vayu kon. Soma, north. And Ishanya, Ishana kon. So they are the leaders of 8 ganas consisting of 1 crore of devas under them. Then last Ashwini Devas, 2 twins. They are inseparable, that is why it is called Ashwini Devas. Under them 2 ganas consisting of 1 crore each of Devaganas. So it makes 33 crores of Devas in 33 ganas. So it is my earnest request, kindly recite these names daily. It will do good to everybody. Teach your children also. Let them also recite these mantras and take the benefit. Their intelligence will improve. Their memory power will improve. They can shine in their education. നിങ്ങളുടെ മക്കളെ ഈ മന്ത്രങ്ങൾ പഠിപ്പിക്കുക. നിത്യം ഈ മന്ത്രം ജപിക്കുന്തോറും കുട്ടികളുടെ വായനാശീലം കൂടും. അവരുടെ ബുദ്ധി വികസിക്കും. ഓർമ്മശക്തിയും അവർക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാകും. അവരുടെ പഠിപ്പിൽ അവർക്ക് നല്ല മാർക്കുകൾ വാങ്ങിക്കുവാൻ സാധിക്കും. Here I want to stress one thing. See, air is spread throughout the universe. Without air, that means pranavayu, we cannot survive even for 5 minutes. The heat of the sun god is spread throughout the universe. It is essential for the human existence and the existence of the plant kingdom and animal kingdom. Like that, all the Panchabhutas. So their energy is spread throughout the universe. In the same way, the energy, the Chaitanya of Parashakti Mata or Parabrahma Chaitanya or the universal energy or the cosmic energy is spread throughout the universe. But we are not able to see that. But that universal energy, cosmic energy, we can attract to our body through meditation. ഈ പ്രപഞ്ച ചൈതന്യം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്.
വായുവിനെ പോലെ, സൂര്യതാപത്തിനെ പോലെ, ചന്ദ്രൻ്റെ പ്രകാശത്തെ പോലെ. അപ്പോൾ ഈ പ്രപഞ്ച ചൈതന്യത്തെ, പരാശക്തി ചൈതന്യത്തെ നമ്മളുടെ ദേഹത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ധ്യാനത്തിലൂടെ. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപാരമായ ശക്തി ലഭിക്കും. എല്ലാം നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം, ദീർഘായുസ് ഉണ്ടാകും, സ്ത്രീകൾക്ക് ദീർഘസുമംഗല്യോഗം ഉണ്ടാകും, കുട്ടികൾക്ക് നല്ല പഠിപ്പിൽ നല്ല ശ്രദ്ധയുണ്ടാകും. ഓവറോൾ ഡെവലപ്മെൻറ്റ് വിൽ ബി ദെയർ. ബട്ട് ദ സ്പിരിച്വാലിറ്റി പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ്. They have to do only for half an hour per day by chanting all these mantras. So we are giving excellent guidance daily from 6 to 6:28 a.m. through Google Meet about the guidance, how to meditate, how to chant the mantras, how to chant Shiva Panchakshari, Shakti Panchakshari mantras, how to chant Navagraha mantras, how to chant Lalita Sahasranama mantras. എല്ലാതിൻ്റെയും ഗൈഡൻസ് ഞങ്ങൾ 6 മുതൽ 6:20 വരെയല്ല ഗൂഗിൾ മീറ്റിലൂടെയുള്ള മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിത്യം കൊടുക്കുന്നുണ്ട്. എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, പ്ലീസ് ജോയിൻ, ടേക്ക് ദ ഫുൾ ബെനിഫിറ്റ്, ഇംപ്രൂവ് ഇൻ യുവർ ലൈഫ്. ആർക്കെങ്കിലും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ചേരാം. അതിൻ്റെ മുഴുവൻ ബലവും നിങ്ങൾക്ക് സിദ്ധിക്കും. ഇതിന് ഞങ്ങളൊന്നും പണമോ കാശോ ഒന്നും മേടിക്കുന്നില്ല. ഒരു സോഷ്യൽ സർവീസ് പോലെ ചെയ്യുകയാണ് ഞങ്ങളിത്. നമ്മളുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി, സനാതന ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു സേവനം, ഒരു നിസ്വാർത്ഥ സേവനമാണ്. ഞാനും എൻ്റെ ഭാര്യ മീന സൂര്യനാരായൺ, അവരുടെ പേര്, എൻ്റെ പേര് സൂര്യനാരായണൻ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഈ സീനിയർ സിറ്റിസൺസ്, ഞങ്ങൾ രണ്ടുപേരും വി ആർ എബോവ് 70, ബട്ട് സ്റ്റിൽ വി ആർ വെരി ഹെൽത്തി. ഹൗ? by doing meditation, by doing these nama jabas and conducting classes like this, spreading the Divya Namas to our Hindu brothers and sisters. So that is our duty. Full time we are engaged in that. That's why we are healthy, we are happy, we lead a very happy life only with the blessings of the Parashakti Mata. So kindly chant all these mantras. First you have to chant the leaders of the Devaganas, then go to the super god, then go to the meditation. That will be the order, hierarchical order. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ദേവഗണങ്ങളുടെ നേതാക്കന്മാരുടെ മന്ത്രങ്ങൾ ജപിക്കുക, പിന്നെ സൂപ്പർ ഗോഡ്സിൻ്റെ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ദുർഗാ, ആ ഓർഡറിൽ പോകണം. അതാണ് ശരിയായിട്ടുള്ള ഭക്തി മാർഗം. അപ്പോൾ ഇന്ന് കൊടുത്ത ഗൈഡൻസ് പ്രകാരം നാളെ മുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ മൊബൈലിലൂടെ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എനിവൺ ഹാസ് എനി ഡൗട്ട് അബൌട്ട് ടുഡേസ് സബ്ജക്റ്റ്, കൈൻഡ്ലി കോൺടാക്ട് us ത്രൂ മൊബൈൽ. ദ നമ്പർ ഈസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഷെയർ, നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. Please subscribe and share this message to all your friends and relatives. So thank you very much. Thank you very much. എല്ലാവർക്കും നന്ദി.